ദൈവവചന ധ്യാനവേളയിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രകാശനം നൽകിയിരിക്കുന്ന ആലോചനയ്ക്കും ദൈവവചന ധ്യാനത്തിനും പഠനത്തിനും ആധാരമായിരിക്കേണ്ടതിന് 2 വാക്യങ്ങൾ വായിച്ചു സഹായിച്ചാലും എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 4-ാം വാക്യവും ബുക്ക് ഓഫ് റെവലേഷൻ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം 10-ാമത്തെ വാക്യവും ഈ 2 വാക്യങ്ങൾ വായിച്ച് സഹായിച്ചാൽ രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ് രക്ഷ. ഇത്ര വലിയ രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമായ രക്ഷ. ഒരാൾ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വരുമ്പോൾ ആദ്യം ഗ്രഹിപ്പിക്കേണ്ടുന്ന ആദ്യ പാഠങ്ങളുണ്ട്. അതിന് നന്നായി സ്ഥാപിതമായ സഭകൾക്കെല്ലാം ആദ്യം ചെയ്തിട്ടുള്ളത് ബൈബിൾ ക്ലാസ്സാണ്. പൗലോസ് പോലും തൊറന്നോസിൻ്റെ പാഠശാലയിൽ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യായിരുന്നു? പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ വചനം, ഈ വചനം ഇല്ലാതെ ഓളത്തിനകത്തേക്ക് തള്ളിവിട്ടാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ കുഴയും. സ്തോത്രം. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ വാക്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഇനി വാക്യത്തിനകത്ത് പ്രവേശിച്ചിട്ട് വേറൊന്നും പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. വായിച്ച വാക്യത്തിനകത്തെ ഒരു വാക്കാണ് ഇത്ര വലിയ രക്ഷ. ഇത്ര വലിയ രക്ഷ എത്ര വലിയ രക്ഷയാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ സാധ്യമല്ല. സാധ്യമല്ലാത്തതിന് കാരണം രക്ഷയ്ക്ക് വേണ്ടി മുടക്കിയത് അവിടുത്തെ ഓമനകുമാരൻ്റെ ജീവരക്തമാണ്. ജീവരക്തമാണ് എന്ത് ചെയ്തത്? മുടക്കിയത്. ആ രക്തവുമായി, അത് ആത്മീകാർത്ഥത്തിലാണ്, ആ രക്തവുമായി അവിടുത്തെ ഓമനകുമാരൻ, അത് ആത്മീകാർത്ഥത്തിലാണ്, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം എല്ലാം വടിച്ചെടുത്തുകൊണ്ട് ഒരു പാത്രത്തിനകത്താക്കിക്കൊണ്ട് യേശു സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളതല്ല അതിൻ്റെ ഉപദേശം. അത് ആത്മീകാർത്ഥത്തിലാണ് എടുക്കേണ്ടത്. പിതാവിൻ്റെ സന്നിധിയിലേക്ക് സ്വന്തം രക്തവുമായി കരേറിച്ചെന്നു. അവിടെയാണ് വീണ്ടെടുപ്പിൻ്റെ വില കെട്ടിയത്. അപ്പോൾ ആ രക്തത്തെക്കുറിച്ച് ഇത്രയും ചിന്തിച്ചാൽ മതി. ക്രൂശിൽ ചൊരിഞ്ഞ യേശുവിൻ്റെ പുണ്യാഹ രക്തത്തിൻ്റെ വില എത്രയാണ് എന്ന് സാത്താന് പറയാൻ കഴിയില്ല, മനുഷ്യർക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ വില എത്രയാണെന്ന് സ്വർഗവാസികളായിരിക്കുന്ന സാറാഫുകൾ, അബിയേൽ, ഉറിയേൽ, മിഖായേൽ, ഗബ്രിയേൽ, ഏഞ്ചനോളജി പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള ദൂതന്മാർക്കാർക്കും പിന്നെയുണ്ട് ഒരു ഗണം. പിന്നെ 4 മുഖജീവികൾ, വെളിപ്പാട് പുസ്തകം 4 കാണുന്ന 4 മുഖജീവികൾ, 24 മൂപ്പന്മാർ, അതിൽ 12 നമ്മളാണ്, പഴയ നിയമ വിശുദ്ധന്മാരാണ് 12. സ്വർഗവാസികൾക്ക് ആർക്കും അവിടുത്തെ ഓമനകുമാരൻ്റെ രക്തത്തിൻ്റെ വില എത്രയാണെന്ന് നിർണയിക്കാൻ പറ്റാത്തത് കൊണ്ട് ബൈബിൾ അതിൻ്റെ വിലയെക്കുറിച്ച് പറഞ്ഞത് വിലയേറിയ രക്തം എന്നാണ്. സ്തോത്രം. അതുകൊണ്ട് രക്ഷയ്ക്ക് വില നിശ്ചയിക്കാൻ പറ്റാത്തതിന് കാരണം ആ രക്ഷയ്ക്ക് വേണ്ടി മുടക്കിയിരിക്കുന്ന വില അവിടുത്തെ ഓമനകുമാരൻ്റെ രക്തമാകയാൽ അത് വിലയേറിയ, അതുകൊണ്ട് ഇത്ര വലിയ അവർണ്ണനീയമായ രക്ഷ. രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ്. രക്ഷ എന്നുള്ള പ്രയോഗം ന്യൂ ടെസ്റ്റ്മെൻറ്റിനകത്ത് 10 വിഷയങ്ങൾക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 10 എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇരിക്കുകയാണ്. 10 പ്രസ്താവിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. അത് യോഗാനന്തരം ഇവിടെ നിൽക്കാമെങ്കിൽ ഞാൻ 10 തരാം, റെഫറൻസ് സഹിതം. കയ്യിൽ സ്റ്റോക്കുണ്ട്. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്ന്, സ്റ്റോക്കില്ലായ്മയിൽ ഒന്നും നമുക്കൊന്നും പറയേണ്ടതില്ല. ദൈവകൃപയാൽ സ്റ്റോക്കുണ്ട്. സ്തോത്രം. അപ്പോൾ കൃപയാൽ, അപ്പോൾ ഈ ആത്മരക്ഷ എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായൊരു രക്ഷ എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിഭജനത്തിലേക്ക് പഠന സൗകര്യാർത്ഥം
ഞാൻ പ്രിയമുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ചെറിയ ദൈവവചന പഠനമെന്ന പോലെ ഇത് ധ്യാനിപ്പാൻ കൃപയെ ശരണപ്പെടുന്നു. കുറച്ചും കൂടെ സ്പീഡിൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റും. നിങ്ങളതിൻ്റെ ഒരുപക്ഷെ നിങ്ങൾ എനിക്ക് ആ പ്രസംഗത്തിനൊരു ഓളം തരേണ്ടതിന് ചിലപ്പോൾ സ്തോത്രമൊക്കെ പറയുമായിരിക്കും. ചിലപ്പോൾ നിങ്ങളും കേൾക്കുകയല്ല, മനസ്സിലാക്കുകയല്ല. ഞാനും വെറുതെ കുറച്ച് നേരം പറഞ്ഞു, തൊണ്ടയും പറ്റി, മൊത്തം ഒരു എൻ്റെ തലയിലെ നരമ്പും എല്ലാം ഒന്ന് വലിഞ്ഞു, അങ്ങനെ അങ്ങ് പോകേണ്ടി വരും. അപ്പോൾ ഇന്ന് ഇതെല്ലാം അകത്ത് കയറണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് നിർത്തി ശാന്തമായിട്ടൊന്ന് ധ്യാനിക്കാൻ പോകും. സന്തോഷമല്ലേ? ഓക്കെ, ദൈവവചനമാണ് ധ്യാനിക്കാൻ പോകുന്നത്. ആമേൻ, സ്തോത്രം. ഈ രക്ഷയെ നമുക്ക് പ്രധാനമായി പഠനാസൗകര്യാർത്ഥം പ്രധാനമായി രണ്ടായിട്ട് തിരിക്കാം. അതിങ്ങനെയാണ്: ആളത്വപരമായ രക്ഷ, ജീവിതപരമായ രക്ഷ. ഇനി രക്ഷയെ മൂന്നായിട്ട് തിരിക്കാം. അത് ആത്മരക്ഷ, ദേഹിരക്ഷ, ശരീരരക്ഷ. അതിന് ത്രികാല രക്ഷ എന്ന് പറയാം. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. 3. സ്തോത്രം. അടുത്തത്, ഇതിനെ നമുക്ക് 4ആയിട്ട് തിരിക്കാൻ പറ്റും. അത് ഇങ്ങനെയാണ്: ആത്മരക്ഷ, ദേഹിരക്ഷ, ജീവിതരക്ഷ, ശരീരത്തിൻ്റെ രക്ഷ. സ്തോത്രം. വീണ്ടും ഇതിനെ 7ആയിട്ട് വിഭജിക്കാം: ആത്മരക്ഷ, ദേഹിരക്ഷ, ജീവിതരക്ഷ, ശരീരരക്ഷ, കർത്താവിൻ്റെ നാളിലെ സമ്പൂർണ്ണ രക്ഷ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വിഭജനങ്ങൾ പുതിയ നിയമത്തിലെ അടിസ്ഥാനപരമായ ഭാഗമാണ്. ഇതിനകത്തെ ഓരോന്നെടുത്താണ് നമ്മൾ അല്പനേരം ഒന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. രക്ഷ എന്നാൽ എന്താ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഉത്തരം പറയത്തക്ക രീതിയിൽ നമ്മുടെ കൈ സ്റ്റോക്കുണ്ട്. ചേർന്നൊന്ന് ഉത്തരം പറയാവോ? എവിടുന്നാ ഉത്തരം പറയുന്നേ? രക്ഷ എന്നാൽ എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? നമ്മുടെ രോഗം സൗഖ്യമായതല്ല, അത് നല്ല കാര്യമാണ്. രക്ഷ എന്നാൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ശിക്ഷയിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നുമുള്ള വിടുതലാണ് രക്ഷ. എവിടെയാണ് ആ ശിക്ഷ പരാമർശിച്ചിരിക്കുന്നത്? എവിടെയാണ് ആ ശിക്ഷാവിധി കാണുന്നത്? അടിസ്ഥാനപരമായ വാക്യം, പെട്ടെന്ന് വരേണ്ട വാക്യം, മനസ്സിൽ വരേണ്ടത് 20-ാം അധ്യായം വെളിപ്പാട് പുസ്തകം അവസാനത്തെ വാക്യം: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ, പൊയ്ക എന്ന് പറഞ്ഞാൽ തടാകം, അതിൽ തള്ളിയിടും. അതിലേക്ക് പോകാൻ ആർക്കും മനസ്സില്ലെങ്കിലും അറിഞ്ഞുകൊണ്ട് ഞാൻ പൊക്കോളാമേ നരകത്തിലേക്കെന്ന് പറഞ്ഞ് ആരും പോകത്തില്ല. അതിനകത്തേക്ക് വന്നിരിക്കുന്നവരെല്ലാവരും പറയും, എനിക്കൊരു തള്ളിയിട്ടതാണ്. സ്തോത്രം. ആ ബൈബിൾ പ്രയോഗം എങ്ങനെ എഴുതിയേക്കുന്നത്? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിലേക്ക് ആനയിക്കപ്പെട്ടു എന്നാണോ? തള്ളിയിടും. ഇന്ന് സ്വർഗത്തിലേക്ക് ആരെങ്കിലും തള്ളിയിട്ടെന്നുണ്ടോ? സഭയ്ക്കകത്തേക്ക് ആരെങ്കിലും തള്ളിക്കയറ്റിയെന്ന് പ്രമാണമുണ്ടോ? ഇല്ല. പണ്ടൊരു കല്യാണത്തിന് ഞങ്ങളുടെ ഒരു സഹോദരൻ മോളുടെ കല്യാണത്തിനാ നന്ദി പറയാൻ സമയം കൊടുത്ത, ഈ സമയം കൊടുത്ത് നന്ദി പറയാൻ കൊടുത്ത് നന്ദി പറഞ്ഞാൽ പോരെ, വേണ്ടാത്തൊന്നും പറയണ്ടേ. ചിലർക്ക് എന്തോ ഈ ഏൽപ്പിച്ചതല്ല ചെയ്യുക, ഏൽപ്പിക്കാത്ത പണി ചെയ്ത് കുളമാക്കും. അപ്പം പുള്ളി എഴുന്നേറ്റ് എന്ന് വെച്ച് പറഞ്ഞു, എന്നെ ഇതിനകത്ത് കൊണ്ടുവന്ന് പെടുത്തിയത് ഈ പാസ്റ്ററാന്ന് പറഞ്ഞു. അവിടെ ഇരിക്കുന്നൊരു പാസ്റ്റർ പുള്ളിയെ പൊക്കി പറഞ്ഞതാ. എന്നാൽ പറഞ്ഞു വന്നപ്പം പുള്ളി പറഞ്ഞു, എന്നെ ഇതിനകത്ത് കൊണ്ടുവന്ന്, നമ്മളെ ഇതിനകത്ത് കൊണ്ടുവന്ന് പെടുത്തിയതല്ല, തള്ളിക്കയറ്റിയതല്ല, തള്ളിയിടുന്ന സ്ഥലം ഒന്നേ ഉള്ളൂ. എങ്ങോട്ടാ? തീപ്പൊയ്കയിലേക്കാണ് തള്ളിയിടുന്നത്. വിശാലമായ വഴിയിലൂടെ പോയി അതിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ പിന്നെ അതിലോട്ട് പോകാൻ ആർക്കും മനസ്സില്ല. അന്നേരം തള്ളിയിടും. ഓക്കെ, അത് വിസ്തരിച്ച് ധ്യാനിക്കേണ്ട. അപ്പോ നരകത്തിൽ നിന്ന് കിട്ടിയ വിമോചനമാണ് രക്ഷ. ആമേൻ. ഇനി അതിൽ ഒന്ന് ആളത്വപരമായ രക്ഷ. ഇത് എന്താണ്? ഈ ആളത്വം എന്ന് പറയുന്നത് എന്താണ്? ആളത്വം, ദൈവത്തിൻ്റെ ആളത്വം, മനുഷ്യൻ്റെ ആളത്വം. ദൈവത്തിൻ്റെ ആളത്വത്തിൻ്റെ സ്വാദൃശ്യത്തിലാണ് മനുഷ്യൻ്റെ ആളത്വം. ദൈവിക ആളത്വമാണ്. അനന്തരം നാം നമ്മുടെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ, വേറെ കന്നാലിയെ ഉണ്ടാക്കിയതോ മൃഗജാലങ്ങളെ ഉണ്ടാക്കിയതോ
ഒന്നിനും നാം നമ്മുടെ സാദൃശ്യമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന് സങ്കീർത്തനകാരൻ പറഞ്ഞു, മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ വിധത്തെക്കുറിച്ച് കുറച്ചും കൂടെ ശ്രേഷ്ഠമാക്കി ഉയർത്തി സങ്കീർത്തനകാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കണേ, ആളത്വം, നമ്മുടെ ആളത്വത്തിന്, മനുഷ്യാളത്വത്തിൻ്റെ പുതിയ നിയമത്തിലെ മനുഷ്യാളത്വം വർണ്ണിക്കുന്ന പ്രധാനപ്പെട്ട വാക്യം ഏതാണ്? ഒന്ന് എടുക്കാമോ? അറിയാമോ? സ്തോത്രം. ആർക്കും ഉറക്കം വരുന്നില്ല. അത് തന്നെ ഒരു ഉണർവാണ്. എടുക്കാം. ആമേൻ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, പൗലോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം. റഫറൻസ് പലർക്കും കിട്ടിയിട്ടില്ല. ഞാൻ ഒന്നും കൂടെ പറയാം, നമ്മുടെ ഭാഷയെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. 1 തെസ്സലോനി അതിൻ്റെ 5-ാം അധ്യായം 23-ാമത്തെ വാക്യം. വായിച്ചു. നിങ്ങളുടെ ആത്മാവ്, പ്രാണൻ, ദേഹം. അപ്പം നിങ്ങളുടെ ആത്മാവ്, 2 പ്രാണൻ, 3 ദേഹം. ഇതിൻ്റെ വാക്യം അവിടെയാണ് കിടക്കുന്നത്. ഈ നിങ്ങളുടെ എന്ന് പറയുമ്പോൾ ഈ 3 ഘടകവും ആരിലുണ്ട്? നമ്മിലുണ്ട്, എന്നിലുണ്ട്. ഏത്? എന്നിൽ എൻ്റെ ആത്മാവുണ്ട്, എന്നിൽ എൻ്റെ പ്രാണനുണ്ട്, അത്താൽ എൻ്റെ ദേഹിയുണ്ട്, എന്നിൽ ഞാനെന്ന് പറയുന്നതിനകത്ത് എൻ്റെ ശരീരമുണ്ട്. ഇതിന് എല്ലാം കൂടെ ചേർത്തിയാണ് ഞാൻ എന്ന് പറയുന്നത്. ഇടയ്ക്ക് നമ്മൾ നെഞ്ചത്തടിച്ചൊക്കെ പണ്ടൊക്കെ അറിവില്ലായ്മയിലും പിന്നെ മൂച്ച് കൂടുമ്പോഴും, അത് റഫ് ഭാഷയാണ്, ആവേശം കയറുമ്പോഴൊക്കെ ഞാൻ ആരാന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് കാച്ചുന്ന ഈ ഞാനിനകത്ത് ആരുണ്ട്? ആരുമില്ല ഇവിടെ. ഈ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏത്? 1 എൻ്റെ ആത്മാവ്, 2 എൻ്റെ പ്രാണൻ, 3 എൻ്റെ ദേഹം. എന്നാൽ ഈ ആത്മാവും പ്രാണനും തമ്മിൽ പിരിഞ്ഞിരിക്കുന്നതായിട്ടോ രണ്ടും 2 സ്ഥലത്തേക്ക് പോകുന്നതായിട്ടോ ബൈബിളിൽ എവിടെയില്ല. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഉള്ള സ്തോത്രം ഒരു കടലാസിൻ്റെ 2 വശങ്ങൾ എന്ന പോലെയാണിത്. ഏത്? പ്രാണനും അല്ല ആത്മാവും ദേഹിയും. ഇത് രണ്ടും ഒരു കടലാസിൻ്റെ 2 വശങ്ങൾ പോലെ. നമ്മളിപ്പോൾ രക്ഷ എന്ന വിഷയത്തിൻ്റെ വലിയ വിഷയമാണ്. ഇതൊക്കെ ബൈബിൾ സെമിനാരിയിൽ എടുക്കുന്നത്. ഞാൻ തന്നെ ഈ വിഷയം ക്ലാസ് എടുത്തിട്ടുള്ളത് 2 സെമസ്റ്റർ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠിപ്പിച്ച് ക്ലാസ് എടുത്ത് നോട്ട്സ് കൊടുത്ത് വീണ്ടും അതിന് തീസീസ് അസൈൻമെൻറ്റ് തയ്യാറാക്കിച്ച് അതിന് മാർക്ക് ലിസ്റ്റ് സഹിതം തിരിച്ച് ഏൽപ്പിച്ച് വരുമ്പോഴത്തേക്കും 2 സെമസ്റ്റർ പോലും ചിലപ്പോൾ വേണ്ടി വരും. ഒരു സെമസ്റ്ററേ സാധനം കിട്ടാറുള്ളൂ ഇത് തീർക്കാൻ. അപ്പോൾ അത്രയും വലിയൊരു സംഭവമാണ് നമ്മളിപ്പോൾ ഈ അരമണിക്കൂർ നേരത്തേക്ക് എടുത്തിട്ടേക്കുന്നത്. പിന്നെ ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നവർ പറയാറുണ്ട്, ഈ വിഷയം അധികം തുറന്ന് പഠിപ്പിക്കരുതെന്ന് ഇതിനകത്ത് സൂക്ഷ്മബുദ്ധിയുള്ളവർ പറയാറുണ്ട്. അതിന് ചില കാര്യമുണ്ട്. അത് ബൈബിൾ സെമിനാരി മാത്രമേ ചില വിഷയങ്ങൾ തുറന്ന് പഠിപ്പിക്കത്തുള്ളൂ. ചില വിഷയങ്ങൾ തുറന്ന് സഭയ്ക്കകത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾ ദൈവഭയം കുറഞ്ഞു പോകുമെന്നൊക്കെ ചിലരുടെ ചിന്തകളാണ്. എന്നാൽ ഞാനതിന് പക്ക എതിരായതുകൊണ്ട് അങ്ങനെ അത് തുറന്ന് പഠിപ്പിക്കണം എന്ന് കഠിനമായി ശഠിക്കുകയും വാശിയോടുകൂടെ പറയുകയും, ഇപ്പം അത്ര വാശിയൊന്നും എടുക്കാറില്ല, വാശിയോടുകൂടെ പറയുകയും ചെയ്യുന്ന ഒരു ആളായതുകൊണ്ട് എനിക്ക് ഇത് ഇരുന്ന സഭകൾക്കകത്തെല്ലാം തുറന്ന് പഠിപ്പിക്കുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സ്തോത്രം. ആമേൻ. ദൈവവചനം നന്നായി പഠിച്ചാൽ നമ്മൾ സ്വതന്ത്രരാകും. പിന്നെ നമ്മുടെ ഇടയിൽ ഒരുത്തൻ്റെയും പെരട്ട് നടക്കുകയല്ല. പുസ്തകം അറിയാത്തവൻ്റെ മുമ്പിൽ എന്ത് ചരക്കും എന്ത് ചെയ്യും? ചെലവാകും. എന്നാൽ പുസ്തകം അറിയാവുന്നവന് അവന് ഒറ്റ നോട്ടത്തിന് അറിയാം ഇത് ഒറിജിനലാണെന്ന്.
സ്തോത്രം. അത്രയും പറഞ്ഞ് ഇതിനകത്ത് പ്രവേശിക്കുക. അപ്പോൾ ഈ 3 അവസ്ഥ, ആളത്വപരമായ അവസ്ഥ ഒരു വ്യക്തിയിൽ, ഈ ആളത്വപരമായിരിക്കുന്ന 3 ഏത്? ഒന്ന് ദേഹം, നമ്മുടെ ഭാഷയിൽ നമ്മൾ അങ്ങനെ പറയാറ്, ദേഹം, ദേഹി, ആത്മാവ്. ബൈബിളിന്റെ ഭാഷയിൽ എങ്ങനെ? ആത്മാവ്, പ്രാണൻ, ദേഹം. ദേഹത്തിന് ഏറ്റവും അടിയിലെ സ്ഥാനമാണ്, 3-ാം സ്ഥാനമാണ് കൊടുത്തേക്കുന്നത്. സ്തോത്രം. എന്നിട്ട് ഈ രക്ഷ, ഇവയ്ക്ക് കിട്ടുന്ന രക്ഷ എന്താണ് എന്നുള്ളതാണ് പ്രധാന വിഷയം. ഇവയ്ക്ക് കിട്ടുന്ന രക്ഷ. സ്തോത്രം. എടുക്കാം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. ആളത്വപരമായ രക്ഷയിലെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഇവിടെ വായിക്കുന്നത്. വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യം. ആൻറ്റി ഒന്നും കൂടെ വായിച്ച വാക്യം. എന്നെ വായിച്ചേ. എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവനിൽ നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? ഒരാള് യേശു കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് എന്ത് ചെയ്തു? കടന്നിരിക്കുന്നു. ആ മരണവേദ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം വായിച്ചു. മരണം എന്നുള്ളത് ശാരീരിക മരണമുണ്ട്, ആത്മമരണമുണ്ട്, നരകമരണമുണ്ട്. വായിച്ചു. 20-ന്റെ അവസാന വാക്യം. ഈ തീപ്പൊയ്ക അതെവിടാ? എത്രാം വാക്യമാ? 14-ാം വാക്യം. ഈ തീപ്പൊയ്ക. സ്തോത്രം. അപ്പൊ 1-ാമത്തെ മരണം ഏതാണ്? അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇനി നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞ വാക്ക് ഒന്നും കൂടെ വായിച്ചാട്ടെ. അതിലൊന്ന് ഉറക്കണം. ഇവിടെ ഉള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാന്ന് ഉറപ്പുള്ളവരൊന്ന് കരമുയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റാം. രക്ഷിക്കപ്പെട്ടവരാന്ന് ഉറപ്പുള്ളവർ. എന്നാൽ ഈ വചനവും കൂടെ ഒന്ന് ചേർത്തി എന്ത് ചെയ്യണം? നമ്മൾ ഒരു വൃക്ഷം നട്ട് കഴിഞ്ഞാൽ, ഒരു തെങ്ങൊക്കെ നട്ട് കഴിഞ്ഞാൽ, കുഴിയെടുത്ത് ഒരു തെങ്ങും തൈ നട്ടു. കുറച്ച് കഴിഞ്ഞ് അത് പിടിച്ചു കഴിയുമ്പോൾ അതിനനുസരിച്ച് പിന്നെ അതിൻ്റെ അടുത്ത് ഒരു കൊച്ചു കുഴി കുത്തുകയല്ല, പിന്നെ അതിനനുസരിച്ച് അതിൻ്റെ തടമൊക്കെ എന്ത് ചെയ്യും? വലുതാക്കി വളമൊക്കെ ഇട്ട്. ഇതുപോലെ ഒരാൾ രക്ഷിക്കപ്പെട്ട് ഇങ്ങോട്ട് രക്ഷകനായി സ്വീകരിച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവൻ്റെ ചുറ്റും ഈ തടവും ഇതൊക്കെ വരണം. അതുകൊണ്ട് തടമൊന്നും ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം ഈ തെങ്ങ് മുകളിലോട്ട് പോകുമ്പോണ്ടല്ലോ, ഇത് ഓഞ്ഞോഞ്ഞു പോയിട്ട് അതിൻ്റെ ഓലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. അങ്ങനത്തെ തെങ്ങ് പോലുള്ള വിശ്വാസികൾ പെന്തക്കോസിൽ ഇന്നുണ്ട്. എങ്ങനത്തെ തെങ്ങ്? അങ്ങനത്തെ തെങ്ങ് പോലുള്ളത് യോഗത്തിന് വന്നിരിക്കുമ്പോൾ കാണുമ്പോഴേ അറിയാം. എന്നാൽ വിവരമുള്ള നല്ല കൃഷിക്കാർ പറയും, അതിൻ്റെ തടമൊക്കെ ഒന്ന് എടുത്ത് അതിന് കുറച്ച് തോലൊക്കെ ഇട്ട് ഇച്ചിരി വളമൊക്കെ ഇട്ട് ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഒരു നനവൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? അതാ ഇപ്പോഴത്തെ ഉപദേശം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാണകപ്പൊടി എൻ്റെ ചോട്ടി കൊണ്ടുവന്ന് എന്തിനാണ് ഇടുന്നത്? തെങ്ങിൻ്റെ ചുവട്ടിൽ അതൊക്കെ ഇട്ടാലേ തെങ്ങ് കായ്ക്കൂ എന്ന് പറഞ്ഞ പോലെ വായിച്ച വാക്യം 5-ാമത്തെ വാക്യം വളക്കൂറുള്ള വാക്യമാണ്. വായിച്ചോ. ആമേൻ ആമേൻ. ആ വാക്കിന്റെ അർത്ഥം എന്താണ്?
ഓ, ഒന്ന് ചേർന്ന് പറയാവോ? ഒന്നും കൂടെ അതിന് അതെ അതെ ശരിയാണ്. ഒന്നും കൂടെ അതിൻ്റെ ഒരു പര്യായ പദമുണ്ട്. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. അപ്പോൾ ആമേൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരാൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സഭയെല്ലാം കൂടെ ചേർത്ത് ആമേൻ പറയുമ്പോൾ എന്തിനീ ആമേൻ പറയുന്നേ? അത് പണ്ട് മുതലേ ഞങ്ങളെ അപ്പച്ചൻ പഠിപ്പിച്ച, ഞങ്ങളുടെ അപ്പച്ചൻ്റെ അപ്പച്ചൻ പഠിപ്പിച്ച ആമേൻ പറഞ്ഞെങ്കിൽ പാസ്റ്റർ എന്ന് ചിന്തിക്കും നമ്മുടെ സഭയുടെ കീഴ്വഴക്കമാണ്. ഇതൊന്നും അല്ലത്. പുസ്തകത്തിന് ആമേനുമായിട്ടുള്ള ബന്ധം എന്താണ്? യേശുവാണ് ഇത് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ വാക്കുകൾക്കകത്തെല്ലാം തീർച്ചാപ്രയോഗങ്ങളായിരുന്നു. അങ്ങനെയായിരിക്കാൻ സാധ്യതയുണ്ടെന്നല്ല. അങ്ങനെ തന്നെ യേശു പറഞ്ഞത് വാക്കുകൾ പ്രയോഗങ്ങൾ എങ്ങനെ നടത്തണമെന്നാണ്. നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. അതായതിൻ്റെതായതിൻ്റെ എന്നൊക്കെ പറഞ്ഞ് മൂളുന്ന ലിപിയില്ലാത്ത ഇത് ലാഗ് ഒന്നും യേശുവിൻ്റെ വാക്കിലില്ല. യേശുവിൻ്റെ വാക്ക് കട്ട് ആൻഡ് റൈറ്റ് ആയിരുന്നു. യേശുവിൻ്റെ വാക്ക് സ്തോത്രം ആമേൻ ആമേൻ. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് യാതൊരു മാറ്റവുമില്ല ബന്ധക്കോസുകാരെ, ഇതിനകത്ത് യാതൊരു മാറ്റവുമില്ല പുറമറ്റംകാരെ, ഇതിനകത്ത് ഒരു ചേഞ്ചുമില്ല. ഏതിനകത്ത് സ്തോത്രം. അപ്പോൾ ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. ആ വാക്യം മാത്രം വായിച്ച് നിർത്താം. വായിച്ചു. പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവൻ ആരാണ്? പിതാവ്. അടുത്തത്, വിശ്വസിക്കുന്നവന് നിത്യ ജീവൻ ഉണ്ട്. അപ്പോ എന്നിൽ നിത്യജീവൻ ഉണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്നിൽ നിത്യജീവനുണ്ട്. നിത്യജീവൻ എങ്ങനെ ഉണ്ടായി? ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഉണ്ടായി? ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഉണ്ടായി. അടുത്ത വാക്ക് നിത്യജീവനുണ്ട്. അടുത്ത വാക്ക് അവൻ. അപ്പം നിത്യജീവൻ ഉണ്ടെന്ന് നമ്മൾ സമ്മതിച്ചില്ലേ? അവൻ ന്യായവിധിയിലാകാതെ. അങ്ങനെയെങ്കിൽ നമ്മുടെ പേര് നമ്മളോട് തന്നെ ഒന്ന് പറ. സ്തോത്രം. അവൻ എന്നുള്ള സ്ഥാനത്ത് രക്ഷിക്കപ്പെട്ട നിത്യജീവൻ പ്രാപിച്ച നമ്മൾ പറയണം, അവൻ ന്യായവിധി എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 20 അവൻ ദുഷ്ടന്മാരുടെ ന്യായവിധിയാകുന്ന വെള്ളസിംഹാസന ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന്, വായിച്ചോ, മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ ആരും വെള്ളസിംഹാസനത്തിന് മുമ്പിൽ പോകത്തില്ല. അങ്ങനെ ആരെങ്കിലും തെറ്റും വിവരക്കേടും വിളിച്ചു പറഞ്ഞാൽ അതിന് ആമേൻ പറഞ്ഞു ഗ്ലോറി പറഞ്ഞു കണ്ണടച്ച് ഇറുക്കി പിടിച്ചൊന്ന് മൂപ്പിക്കരുത്. വചനവിരുദ്ധമായ ഒരു പദം വന്നാൽ സഭയുടെ അന്തരീക്ഷം മാറണം. സൈലന്റ് ആകണം സഭ. ഈ സ്റ്റേജിൽ വെച്ചോ ഏത് മീറ്റിങ്ങിലായാലും പുറമറ്റ സഭയോട് പറയുന്നു, വചനവിരുദ്ധമായ ഒരു വാക്ക് ആരുടെയെങ്കിലും വായിൽ നിന്ന് വെളി വന്നാൽ സഭ സൈലന്റ് ആകണം. അപ്പോൾ അവർ കിടന്ന് പ്രവേശം പിടിക്കും. അത് കാണാൻ രസമാണ്. സ്തോത്രം. ഒന്നും കൂടെ ഞാൻ പറയാം, പുസ്തക വിരുദ്ധമായ ഒരു ചരക്കും നമ്മുടെ ഇടയിൽ എന്ത് ചെയ്യരുത്? ചിലവാകരുത്. നെക്സ്റ്റ്. ഇനി ന്യായവിധിയിലാകാതെ വായിച്ച വാക്യം വായിച്ചേ. ആര് നിത്യജീവൻ പ്രാപിച്ചവർ, അവര് ആകാതെ മരണത്തിൽ നിന്ന് കടന്നിരിക്കുന്നു. പറഞ്ഞു തെറ്റില്ലല്ലോ. കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചിരിക്കുന്നു.
സ്വോത്രം. ഇനി വേറൊരു പ്രയോഗം കൂടെ ഉണ്ട്. കയറിയേച്ച് നിൽക്കുകയാണോ, നടക്കുകയാണോ, ഓടുകയാണോ? ആ വാക്യം കണ്ടിട്ടുണ്ടോ? എടുക്കാം. എഫെസ്യ ലേഖനം, ഞാനും ഒപ്പം വരാം. രണ്ടാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. വായിച്ചോ ആൻറ്റി? ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്യുമെന്നാണോ? ചെയ്തു. സ്തോത്രം. ഇരുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കുത്തും കൂടെ ഇട്ടു, അല്ലേ? സ്തോത്രം. അപ്പോൾ ഞാൻ ശരീരം കൊണ്ട് ഇപ്പോഴും പുറമറ്റത്താണല്ലോ, ഞാൻ സ്വർഗത്തിൽ പോയിട്ടില്ലല്ലോ. പൗലോസല്ലേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ശരീരത്തോടെയാണോ അല്ലയോ എന്ന് പുള്ളിക്കും അറിയേല. എനിക്ക് അങ്ങനെയൊന്നും സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ സ്വർഗത്തിൽ പോകുന്ന പോലെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പം. അങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെയാണ് നമ്മുടെ വാദം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ആൾ ജീവങ്കലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി മാത്രമല്ല, അവൻ സ്വർഗത്തിൽ അവനെ ഇരുത്തുകയും ചെയ്തു. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ കയറി കഴിഞ്ഞു. ഒന്നും കൂടെ തെളിച്ചു പറയാം. രക്ഷിക്കപ്പെട്ടയാളുടെ അകത്ത് സ്വർഗം എങ്ങനെയാണോ ആ സ്വർഗം അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. സ്വർഗസുഖം ഹൃദയത്തിൽ കിട്ടുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. സന്തോഷമുണ്ടോ പ്രിയരെ? സ്വർഗസുഖം ഹൃദയത്തിൽ കിട്ടുന്ന ജീവിതമാണ്. ഇപ്പോൾ പാസ്റ്ററെ, ഞങ്ങൾക്ക് രോഗമുണ്ട്, പിള്ളേരുടെ കേസുണ്ട്, ഭർത്താവിൻ്റെ കേസുണ്ട്, പല കാര്യങ്ങളുണ്ട്, ലോണുണ്ട്, കടഭാരമുണ്ട്, വീടില്ല, കാറില്ല, വണ്ടിയുണ്ട്, അതിന് ചക്രം മാറ്റാൻ പറ്റിയില്ല, ഒക്കെ പലവിധ പ്രശ്നങ്ങൾ, നമ്മുടെ ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പണ്ട് ഒരു ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ ഭാര്യ, ഇന്ന് പഞ്ചസാരയില്ല, കടുകില്ല, മുളകില്ല, മുളക് പൊടിയില്ല, കായം കട്ടയില്ല, പൊടിയില്ല, ഇതെല്ലാം ഇങ്ങനെ ഇല്ല ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ എന്തേലും ഉണ്ടെന്നുള്ളത് പറയുമോ എന്നുള്ളത് ചോദിച്ചപ്പോൾ ബുദ്ധിമതിയായ ഭാര്യ അടുത്ത പ്രാവശ്യം പറഞ്ഞു, കടുകില്ലായ്മയുണ്ട്, പഞ്ചസാര ഇല്ലായ്മയുണ്ട്, മുളക് പൊടി ഇല്ലായ്മയുണ്ട് മനുഷ്യ. ഇവിടെ നോക്കണേ. അപ്പോൾ ഇല്ലായ്മ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കാണും. പേഴ്സിൽ കാശില്ലായ്മയുണ്ട്, ബാങ്കിൽ ബാലൻസ് ഒന്നും ഇല്ലായ്മ ഉണ്ട്. സ്തോത്രം. ഗൂഗിൾ പേ ഇന്ന് സ്കാൻ ചെയ്തപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, 0 ബാലൻസ് ആണ് കാണിക്കുന്നത്. ഇല്ലായ്മ ഉണ്ട് 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 ഉണ്ട്. എന്നാൽ ഇതൊന്നും നമ്മുടെ അകത്തെ സ്വർഗസുഖത്തെ തൊടത്തില്ല, കെടുത്തി കളയത്തില്ല. ഈ സുഖം കിട്ടിയ പൗലോസിനൊന്ന് ശ്രദ്ധിക്കണമേ. നോക്കണേ, കൊല്ലാനുള്ള വാള് തൻ്റെ തലയ്ക്ക് മീതെ, ചരിത്രം അങ്ങനെ പറയുന്നത്, കൊണ്ടുവന്ന് രാകുന്ന പരവരുത്ത ശബ്ദം കേൾക്കുമ്പോഴാണ് റോമക്കാരുടെ ഇടയിൽ അന്നുള്ള രീതിയിൽ ആരെയാണോ അടുത്ത ദിവസം തല ഛേദിക്കേണ്ടത് അവരുടെ സെല്ലിൻ്റെ മോളിൽ വന്ന് വാളിങ്ങനെ മൂർച്ച കൂട്ടും, ആരാച്ചാർ. അപ്പോൾ അവർ മനസ്സിലാക്കിക്കോണം, അടുത്ത പ്രഭാതത്തിൽ ഇവരുടെ തല ഛേദിക്കപ്പെടും. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എഴുതുന്നത്, ഇപ്പോഴോ ഞാൻ പാനീയയാഗമായിട്ട്. സ്തോത്രം. എന്നാൽ ആ പൗലോസ് പറഞ്ഞ വാക്കുണ്ട്, വിട്ടു പിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ. സ്തോത്രം 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 സ്തോത്രം. ഇതൊന്നും കേട്ട് ഈ രാകുന്ന പരിവരുത്ത ഭീഷണിയുടെ സ്വരമല്ലേ അത്? സ്തോത്രം. അത് പേടിപ്പിക്കുന്ന സ്വരമല്ലേ? ഇതൊന്നും തൻ്റെ ഉള്ളത്തിലെ സ്വർഗസുഖത്തെ ഇളക്കിയില്ല. ഇന്ന് ഇത് ഗ്രഹിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. അവൻ രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ, നിത്യജീവൻ പ്രാപിച്ച ദൈവ പൈതൽ. ഇന്ന് ഈ ദൂതേറ്റെടുത്ത ദൈവത്തിന് ദൈവസന്നിധിയിൽ ബലം പ്രാപിക്കണം. നമ്മുടെ ഹൃദയത്തിനകത്ത് സ്വർഗം അങ്ങോട്ട് ഇറങ്ങി വരികയാണ്.
യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ. ആഹാ, നോക്കടാ, പാട്ടൊക്കെ പാടാനിങ്ങ് വരികയാണ്. എന്നാ പാടിക്കോ. യേശുവേ നുള്ളത്തിൽ നുള്ളത്തിൽ പ്രിയരെ, യേശു ഉള്ളത്തിൽ വരുന്നതിന് മുൻപ് പണ്ട് നമ്മൾ തമ്പിയുടെ ഹൃദയം എന്ന ട്രാക്ട് കണ്ടിട്ടുണ്ട്. അന്നേരം അതിനു മുമ്പുള്ള ഹൃദയത്തിനകത്ത് പലതുകൊണ്ട്. അതിനു മുമ്പുള്ള ഹൃദയത്തിനകത്ത് സാത്താൻ ഉണ്ടാകും. അതിന് മുമ്പിലുള്ള ഹൃദയത്തിനകത്ത്, യേശു വരുന്നതിന് മുമ്പുള്ള ഹൃദയത്തിനകത്ത് പാരമ്പര്യ ശാപങ്ങളുണ്ടാകും. ആ യേശു വരുന്നതിന് മുമ്പ് പലവിധമായ കെട്ടുകളും ഉണ്ടാകും. എന്നാൽ യേശു വന്നതിനകത്ത് സാത്താൻ അവകാശം പറയാൻ, സാത്താന്റെ ഒന്നും എൻ്റെ അകത്തില്ല, എൻ്റെ ഉള്ളിൽ യേശു. ഉറപ്പുള്ള ദൈവമക്കളെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? യേശുവിന്റെ ഉള്ളത്തിൽ വന്നപ്പോൾ ഞാൻ സ്വതന്ത്രനായി. യേശുവിന്റെ ഉള്ളത്തിൽ വന്നപ്പോൾ ഞാൻ സ്വതന്ത്രയായി. യേശുവിന്റെ ഉള്ളത്തിൽ വന്നപ്പോൾ ആമേൻ, ആമേൻ, സ്വർഗീയമായ സമാധാനം എൻ്റെ ഉള്ളത്തിൽ വന്നു. യേശു ഉള്ളത്തിൽ വന്നപ്പോൾ സുഖം കിട്ടിയ ദൈവമക്കൾ ദൈവത്തെ ഒന്ന് ആരാധിക്കാം. യേശു ഉള്ളത്തിൽ വന്നപ്പോൾ സമാധാനം കിട്ടിയവർക്ക് ദൈവത്തിന്റെ മഹത്വം കരയറ്റാം. യേശു ഉള്ളത്തിൽ വന്നപ്പോൾ അവൻ അനുഗ്രഹം അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. നമ്മളോട് തന്നെ പറ, എൻ്റെ ഉള്ളത്തിൽ കർത്താവുള്ളതിനായി സ്തോത്രം. സ്തോത്ര പ്രാർത്ഥനയിൽ അതൊക്കെ ഇടയ്ക്കൊന്ന് ആ ഉള്ളി കർത്താവ് ഒന്ന് ഇരിക്കുന്നൊന്ന് കാണാവോ? എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇരിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ക്രിസ്തുയേശു എൻ്റെ കർത്താവായിട്ട് ഉള്ളിലിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അവൻ രണ്ട് കൈയും നെഞ്ചി വെച്ച് പറയാൻ പറ്റുമോ? അവൻ ക്രിസ്തുയേശു എൻ്റെ ഉള്ളിൽ കർത്താവായിട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവായിരിക്കുന്നതിനായി സ്തോത്രം. എന്നുള്ള മാകുമക ദേവാലയത്തിൽ നിന്ന്, എന്നുള്ള മാകുമഹാ ദേവാലയത്തിൽ നിന്ന് പൊങ്ങും നിനക്കു വന്ദനം പരമേശ, പാടും നിനക്കു നിത്യവും. പരമേശ, പാടും നിനക്കു നിത്യവും. കെടാകറ്റും നമ്മ നിടാർന്ന നായക, കെടാകറ്റുന്ന മമ നിടാർന്ന നായക, പാടും നിനക്കു നിത്യവും. പരമേശ, പാടും നിനക്കു നിത്യവും. പരമേശ, പാടും നിനക്ക്. യേശു എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള ബോധ്യം, ഉറച്ച ബോധ്യം, രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ആമൻ ഈ മീറ്റിങ്ങിലേക്ക് നടന്നു വന്നപ്പോഴും ഈ യോഗം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോഴും ആമൻ നാളെയുടെ നിങ്ങളയിലെല്ലാം നമ്മുടെ അകത്ത് ഭരിച്ചുകൊണ്ടേയിരിക്കണം. ആമേൻ, ആ ചിന്ത ഭരിച്ചുകൊണ്ടേ ഇരിക്കുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യാം. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ കരങ്ങൾ ഉയർത്തിയും കരങ്ങൾ അടിച്ചും ദൈവത്തിന് മഹത്വം കരയറ്റിയാട്ട്. യേശു എൻ്റെ ഉള്ളിലുള്ളതിനാൽ ഞാൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. യേശു ഉള്ളിൽ വന്നതൊരു ഭാഗ്യാവസ്ഥയായി എത്ര പേര് കാണുന്നു? അവർ പാടും ക്രിസ്ത്യജീവിതം പോൽ ഭാഗ്യം. ഹാ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വൈരികളൊക്കെ പുറത്തു നിന്നെ ഫൈറ്റ് ചെയ്യുമായിരിക്കാം, എന്നാൽ നിന്നെ അത് ജയിക്കത്തില്ല.
ഹല്ലേലൂയ. അവൻ എൻ്റെ അകത്തവന് തൊടാൻ പറ്റത്തില്ല, എന്നെ തൊടാൻ പറ്റത്തില്ല. ഞാൻ യേശുവിൻ്റെ വകയാണ്, ഞാൻ ഹോളി സ്പിരിറ്റിനാൽ സീൽ ചെയ്യപ്പെട്ടവനാണ്. അവൻ സ്വന്തം ആത്മമുദ്ര എൻ്റെ മേലുണ്ട്. പാപി രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന 32 കൂട്ടം കാര്യമുണ്ട്. എനിക്ക് സമയമില്ല ഇതൊന്നും പറയാൻ. അത് തന്നെ സോറ്റീരിയോളജിയുടെ ഡീപ്പായൊരു സംഭവമാണ്. പാപി രക്ഷിക്കപ്പെടുമ്പോൾ അവന് സംഭവിക്കുന്ന 32 കൂട്ടം കാര്യം. അതിലൊരു കാര്യമാണ് ആത്മമുദ്ര. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആത്മമുദ്ര എന്നുള്ളത് വേദപുസ്തകം പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. പലപ്പോഴും പറഞ്ഞ ഉദാഹരണമാണ്, ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. റെയിൽവേയുടെ ഇരുമ്പൊക്കെ തുരുമ്പ് പിടിച്ച് കിടക്കുന്നുണ്ട്. അത് ആക്രി പറക്കുന്ന ഒരു പെണ്ണുങ്ങളും അതിലൊന്ന് പറക്കി സഞ്ചിക്കകത്ത് ഇടുന്നില്ല. കാര്യം വെളിവ് കള്ളുകുടിയം പോലും എടുക്കുകയില്ല. കാര്യം അവന് ബോധമുണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ കോന്നി സൈഡിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൂപ്പ് തേക്കുകൾ ഇഷ്ടംപോലെ വെട്ടിയിട്ടിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഒരു കട്ടളയ്ക്കാന്ന് പറഞ്ഞ് 2 കഷണം എടുത്ത് വണ്ടിക്കകത്ത് നമ്മളാരും കയറ്റത്തില്ല, ഒരു വിറക് കമ്പ് പോലും കയറ്റുകയല്ല അല്ലേ. ബോധമുള്ള ആരും അത് ചെയ്യത്തില്ല. കാര്യം അതിനകത്ത് തൊലിയിൽ ഇങ്ങനെ ഉളി കൊണ്ട് വെട്ടി ഒരു ഭാഗത്ത് ഒരു നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതാ കാര്യം അത് വനവകുപ്പിൻ്റെ അവൻ നമ്പർ ഇട്ടതാണ്. ഇതുപോലെ സ്വർഗീയ വകുപ്പ് നമ്പർ ഇട്ടിരിക്കുന്ന തടിയാണ് നിന്റെ തടി, നീയാകുന്ന തടി. അതുകൊണ്ട് അവൻ ഉയരത്തിൽ നിന്ന് നമ്പർ ഇട്ടിരിക്കുന്ന, സീൽ ചെയ്യപ്പെട്ടിരിക്കുന്ന, നിന്നിൽ എന്തെങ്കിലും ചലനങ്ങൾ നടക്കണമെങ്കിൽ നിന്റെ കർത്തൃത്വം നടത്തുന്ന, നമ്മുടെ കർത്താവായിരിക്കുന്ന, നമ്മുടെ മേൽ കർത്തൃത്വമുള്ളവൻ അറിയാതെ ഒരു ചെറു ചലനം പോലും അവൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാണ്. രക്ഷയാലുള്ള ഭദ്രതാവസ്ഥയെ കുറിച്ച്, രക്ഷയാലുള്ള സെക്യൂരിറ്റിയെ കുറിച്ച്, സെക്യൂരിറ്റി ഓഫ് സാൽവേഷനെ കുറിച്ച് അപബോധമുണ്ടാകട്ടെ.